പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചാരത്ത ദൂരത്തുമായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായമാണ്. അതോടൊപ്പം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളെ ചേർത്ത് നമുക്കിന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവം തന്നിരിക്കുന്ന ചിന്തയാണ് നമ്മുടെ ധാർമ്മികതയും ആത്മീകതയും വെളിപ്പാടും എന്നുള്ള ഒരു ചിന്തയാണ് ഈ 1-2 അധ്യായത്തിലൂടെ ദൈവം നമുക്ക് നൽകുവാൻ ഇടയായിത്തീർന്നത്. എന്ന് പറഞ്ഞാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ഏതെങ്കിലും ഒരു അധ്യായം വായിച്ച് ഇന്നേ വരെ ഒരു സഭായോഗത്തിൽ പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഈ തിരുവചന ഭാഗങ്ങളെ വായിക്കുമ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയും അദ്ദേഹത്തിൻ്റെ ആത്മീകതയും അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വെളിപ്പാടും ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ നാമും ഇങ്ങനെ ഉന്നതമായൊരു നിലവാരമുള്ള ഒരു ആത്മീക മനുഷ്യനായി, ഒരു ധാർമ്മിക മനുഷ്യനായി, ദൈവത്തിന്റെ വചനം തിരിച്ചറിയുന്ന വെളിപ്പാട് ലഭിക്കുന്ന ഒരു മനുഷ്യനായി മാറുവാൻ ഇത് നമുക്ക് ബുദ്ധിയുപദേശമായി തീരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചുരുക്കമായി ഞാൻ പറയട്ടെ, ദാനിയേൽ എന്ന മനുഷ്യൻ നമുക്കറിയാം, അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. 70 വർഷത്തെ പ്രവാസത്തിലേക്ക് വേണ്ടി ഇസ്രായേൽ ബാബിലോണിലേക്ക് കടന്നുപോയി എന്നുള്ള ചരിത്രം നമുക്കറിയാം. അവിടെ ബാലന്മാരിൽ ചില രാജകീയ കുലത്തിൽ പിറന്ന ബാലന്മാരെയും കൂടി അവിടെ പിടിച്ചുകൊണ്ടു പോകാനിടയായിത്തീർന്നു. അങ്ങനെയുള്ള രാജകീയ കുലത്തിൽ പിറന്നവനാണ് ദാനിയേലും ഹനന്യാവും മിശായേലും അസര്യാവും എന്ന് നമുക്കറിയാം. പക്ഷേ ആ പ്രവാസത്തിന്റെ നടുവിലും എന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപുരുഷനായി ദാനിയേൽ മാറിയത് എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം അനുകൂലമായ സാഹചര്യം തന്നിട്ട് നമുക്ക് വല്ല ഫലവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുവാനിടയായിത്തീർന്നു. ഒരു ചീര കർഷകൻ, അദ്ദേഹം ചീര വയ്ക്കുന്നതായിട്ടുള്ള ആ കാർഷിക പരിചയം അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടം കാണിച്ചു തന്നു, നടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്, കണ്ടോ, ഇവിടെ നിൽക്കുന്ന ചീരകൾക്ക് വളർച്ച കുറച്ച് കുറവാണ്. കാരണവും അദ്ദേഹം പറയുകയാണ്, ഇത് ഇങ്ങനെ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അതിന്റെ ചോലയിൽ നിൽക്കുന്നത് കൊണ്ട്, സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വളർച്ച കുറഞ്ഞു പോയത്. എന്നാൽ മറ്റുള്ളതൊക്കെയും സൂര്യപ്രകാശത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ നന്നായി വളർന്നിരിക്കുന്നു എന്ന് പറയാനിടയായിത്തീർന്നു. നമുക്കറിയാം, പ്രവാചകന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ അരക്കച്ച എടുത്ത് മണ്ണിൽ കുഴിച്ചിടുക, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് എടുക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രവാചകന്മാരെ ദൈവം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, അല്ലേ? ഈ പച്ചക്കറി നടുന്ന ഈ മനുഷ്യൻ, ചീരകൃഷി കർഷകൻ, അദ്ദേഹം പറയുന്നൊരു വാക്കിന്റെ ഹൃദയത്തോട് വളരെ ആഴമായി സംസാരിക്കാനിടയായിത്തീർന്നു. മറ്റൊന്നുമല്ല, ഈ തണലിൽ നിന്നതുകൊണ്ടാണ് ഇതിന് വളർച്ചയില്ലാതായി പോയത് എന്നുള്ള വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ശരിയാണല്ലോ, നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തണലിൽ എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ അവനൊരു വളർച്ച ഉണ്ടാവുകയില്ല. എന്നാൽ ഒറ്റയ്ക്ക് ആ സൂര്യപ്രകാശത്തിന്റെ ആ പ്രഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ, ആ തണല് വിട്ട്, ആശ്രയം വിട്ട്, മനുഷ്യ ആശ്രയങ്ങളെ വിട്ട് ദൈവസന്നദ്ധിയിൽ ആ പ്രകാശത്തിന് കീഴിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ വളർച്ച ഉണ്ടാകാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ആത്മീക ദൂത് ദൈവം എന്നോട് പങ്കുവെച്ചതാണ് ആ ചീര കർഷകനിലൂടെ. ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വളർച്ചയില്ലാത്ത വിശ്വാസ സമൂഹമായി തീരുന്നത്? നമുക്ക് എപ്പോഴും ആശ്രയ മനോഭാവങ്ങൾ കൂടുതലാണ്, അല്ലെ? നമുക്കൊരു പ്രയാസം വന്നു, പ്രതിസന്ധി വന്നു, ആരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? ദൈവത്തെയാണോ ആശ്രയിക്കുന്നത്? യഥാർത്ഥമായിട്ടുള്ള സൂര്യപ്രകാശത്തെയാണോ ആശ്രയിക്കുന്നത്? അതല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അന്ധകാരം നിറഞ്ഞ നാശോന്മുഖരായ ഈ മനുഷ്യരെയാണോ? മനസ്സിലായോ? നമുക്കൊരു ആവശ്യം വന്നു, അപ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അതായത് ഈ ചോലയുടെ കീഴിൽ നിൽക്കുന്ന ചീരച്ചെടി പോലെ വളർച്ചയില്ലാതെ മുരടിച്ച അവസ്ഥയിൽ നിൽക്കുന്ന ആത്മികരാണ് നമ്മളെങ്കിൽ ഒരു സന്ദേശം ഏറ്റെടുത്തുകൊള്ളുക. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ സൂര്യപ്രകാശത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുമെങ്കിൽ, അവിടെ ഇവിടെയും നമ്മുടെ കംഫർട്ട് നോക്കി നമ്മൾ ചോലയുടെ അടിയിലാണ് തണല് പറ്റുവാൻ വേണ്ടിയാണ് പോയി നിൽക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും വളർച്ച ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സന്ദേശം ഇന്ന് പ്രാരംഭമായ സഭയോട് ഞാൻ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതേപോലെ തന്നെയാണ് ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹം ബാബേൽ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ സമാനമായി അനേകരെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഈ ദാനിയേലിനെയും കൂട്ടരെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്.
മറ്റുള്ളവരെക്കാൾ ഒരു വിശേഷതയുള്ളവരല്ല, സാധാരണ മനുഷ്യരെ പോലെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ദാനിയേലിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ന്റെ 8-ാം വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെയാണ് ഒരു വളരെ പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ പോലും അവിടെ അവന് മറ്റൊരു അനുകൂല സാഹചര്യം കിട്ടിയെങ്കിലും അതവന്റെ ദൈവത്തിന്റെ പ്രമാണത്തോട് ചേരായികയാൽ അവൻ ആ തണല് സ്വീകരിച്ചില്ല. മറിച്ച് അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്കതിന്റെ പശ്ചാത്തലം ഒന്ന് പഠിച്ചിട്ട് താഴേക്ക് വരാം. ഇവിടെ രാജകുലത്തിൽ പിറന്ന ചിലരെ ഒരു 3 വർഷത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ബാബേൽ രാജാവ് നിയോഗിക്കുകയാണ്. ഒരു ഷണ്ഡാധിപന്റെ കീഴിൽ ഇവരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് രാജഭോജനം ഇവർക്ക് കൊടുക്കാൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കൽദായരുടെ എല്ലാ വിദ്യകളും, എന്ന് പറഞ്ഞാൽ കൽദായരുടെ വിദ്യ എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെയുള്ള സകല കാര്യങ്ങളും അവർക്കറിയാം. മന്ത്രവാദം, ആഭിചാരം തുടങ്ങി സകലവിധ ഈ ലോകത്തിലുള്ള സകല ടെക്നിക്കും മാജിക്കും എല്ലാം അറിയാവുന്ന മനുഷ്യരാണ് കൽദായര്. അവിടുത്തെ സകലവിധ ട്രെയിനിങ്ങും അഭ്യാസങ്ങളും ദാനിയേലിനെയും പഠിപ്പിക്കാൻ പറയുകയാണ്. അങ്ങനെ ദാനിയേലിനെയും കൂട്ടരെയും അത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പേരുകൾ മാറ്റുകയാണ്. നമുക്കറിയാം ഇവിടെ ദാനിയേലിനെ എന്താണ് കൊടുത്തത്? ബൽത്ശസ്സർ എന്ന് പേര് കൊടുത്തു. അപ്പോൾ തന്നെ ഹനന്യാവിന് ശദ്രക്ക് എന്ന് പേര് കൊടുത്തു. മിശായേലിന് മേശക്ക് എന്ന് പേര് കൊടുത്തു. അസരിയാവിന് അബേദ്നെഗോ എന്ന് പേര് കൊടുത്തു. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലായി തീർന്ന ഒരു മനുഷ്യനെ നേരെ ഈ ലോകപരമായ ഒരു മനുഷ്യനാക്കി തീർക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും അവൻ ഒരുക്കി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് രാജകീയ ഭോജനവും വീഞ്ഞും കൊടുക്കുവാൻ പറയുന്നു. അപ്പോൾ തന്നെ അവർ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും യഹൂദനെ സംബന്ധിച്ച് അത് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളാണ്, അല്ലേ? അതിനുശേഷം പറയുകയാണ്, ഇവരുടെ പേര് മാറ്റുകയാണ്. ദാനിയേലിന് അവർ പേര് കൊടുക്കുകയാണ് ബെൽത്ശസ്സർ. അപ്പോൾ തന്നെ അസര്യാവിന് കൊടുക്കുകയാണ് അബേദ്നെഗോ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരിനോട് ചേർന്ന അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ പേരിനോട് ചേർന്ന പേരുകളെ മാറ്റി അന്യ ദൈവത്തിന്റെ പേരുകളോട് ചേർന്ന പേരുകൾ ഇട്ട് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നേരെ അടർത്തി മാറ്റി ലോകത്തിലേക്കും ലോക ജാതികളിലേക്കും ലോക ദേവന്മാരിലേക്കും അവരെ മാറ്റിയെടുക്കുന്ന ഒരു ട്രെയിനിങ് ഈ രാജാവ് കൊടുക്കുകയാണ്. മനസ്സിലായോ? ആ ട്രെയിനിങ്ങിൽ ഈ ദാനിയേലും പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ഈ ദാനിയേൽ ഒരു കാര്യം ചിന്തിക്കുകയാണ്, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച്. കണ്ടോ, എവിടെയാ ഒരു മനുഷ്യന്റെ ആത്മീയതയുടെ തുടക്കം അല്ലെങ്കിൽ ധാർമ്മികതയുടെ തുടക്കം? എവിടെയാ? നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. ദാനിയേലിനെ പോലൊരു അവസരം എനിക്കോ നിങ്ങൾക്കോ ആണോ കിട്ടിയതെങ്കിൽ, ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അമേരിക്കയിൽ ഒരു 3 വർഷത്തെ ട്രെയിനിങ്ങും ട്രംപിനോടൊപ്പം ഇരുന്ന് ഭക്ഷണവും കഴിക്കാനും, അല്ലെ, സകല വിദ്യകളും സകല ടെക്നോളജികളും പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഫ്രീ ടിക്കറ്റ് തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ലോകപരമായ വലിയ അഭിമാനമായി കരുതി അവിടെ പോയി ദൈവവും വേണ്ട ദേവനും വേണ്ട കുടുംബവും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ പോയി നിന്നത് സുഖമായിട്ട് അഭ്യസിച്ച്, അല്ലെ, ലോകപരമായ ഒരു വലിയ ശാസ്ത്രജ്ഞനോ ഒരു വലിയ പണ്ഡിതനോ ആയി നമ്മുടെ കുഞ്ഞുങ്ങൾ വരികയില്ലേ? വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അങ്ങനെ പോവുകയില്ലേ? തീർച്ചയായിട്ടും പോകുക. എന്തിനേറെ പറയുന്നു, 2 വർഷം നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് UK നിന്നിട്ട് തിരിച്ചു വരട്ടെ. ഈ നാട്ടിൽ വരുമ്പോൾ അവരുടെ ആ മട്ടും മാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെ, ഇവിടെയാണ് ദാനിയേൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വ്യത്യസ്തത നമ്മൾ കാണുവാൻ പോകുന്നത്. പ്രതികൂലമായ സാഹചര്യത്തിനിടയിലും അവൻ അശുദ്ധമാകാവുന്ന സകല സംവിധാനത്തിന്റെ നടുവിലും ഇവൻ ഹൃദയത്തിലൊന്ന് ചിന്തിക്കുകയാണ്, രാജാവ് തരുന്ന ഭോജനം കൊണ്ടും വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. ഒരു യഹൂദനായ ദാനിയേലിന് അറിയാം, ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പാടില്ല, ഇന്ന സാധനങ്ങൾ കുടിക്കാൻ പാടില്ല. ദൈവത്തിന്റെ പ്രമാണമാണ്. ആ പ്രമാണം അനുസരിക്കുവാൻ വേണ്ടി ദാനിയേൽ ഒരു തീരുമാനമെടുക്കുകയാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അപ്പൊ ആദ്യം ഉണ്ടായത് ഹൃദയത്തിൽ ഒരു തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. താഴേക്ക് വായിക്കുകയാണ്, അതിന്റെ 9-ാം വാക്യം. അപ്പോൾ ദാനിയേലിനെ ഏൽപ്പിച്ചിരുന്ന ഷണ്ഡാധിപനോട് പറയുകയാണ്, എനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് എന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. താഴേക്ക് വായിക്കാം. ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും
പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാനിയേൽ എന്താണ് പറയുന്നത്? 9-ാം വാക്യത്തിൽ ദൈവം ദാനിയേലിലെ ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ആരിടവരുത്തി? തീരുമാനം ആരുടെയാ? തീരുമാനം എന്റെയാണ്, ദാനിയേലിന്റെയാണ് തീരുമാനം. ഞാൻ അശുദ്ധനാകാൻ ഇടയാവുകയില്ല. അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ച ആ അധിപനോട് ചോദിക്കുകയാണ്, എന്നെ അശുദ്ധനാക്കരുത്. അപ്പോൾ ഈ ഷണ്ഡാധിപൻ, ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന മേലധികാരി, അവന്റെ ഹൃദയത്തോട് ദൈവം ഇടപെടുകയാണ്. ദൈവം എന്താ ചെയ്തത്? ദാനിയേലിനോട് ഒരു അനുകമ്പയുണ്ടാകുവാൻ, അല്ലെ, അവന്റെ സന്നദ്ധിയിൽ ഒരു കരുണ ലഭിക്കുവാൻ, അവനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുവാൻ ദൈവം ഇടയാക്കുകയാണ്. കണ്ടോ കാര്യങ്ങളുടെ പോക്ക് കണ്ടോ? നമുക്ക് 1-2 വാക്യങ്ങളെ വായിക്കാം. അതായത് സങ്കീർത്തനം 37-23 വാക്യം ഞാൻ വായിക്കാം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെയാണ് വചനങ്ങളുടെ തെളിവ് കിടക്കുന്നത്. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ എന്ത് ചെയ്യുകയാണ്? സ്ഥിരമാക്കുന്നു. അവൻ ദാനിയേലിൽ ദൈവത്തിനൊരു പ്രസാദം തോന്നി. കാരണം എന്താ? അവൻ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചു, ഞാൻ ഈ രാജഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ ദൈവം അടുത്ത പടി കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്താണ്? ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നി. ദാനിയേലിനോട് ദൈവത്തിന് ഒരു പ്രസാദം തോന്നിയപ്പോൾ ആ ഷണ്ഡാധിപന്റെ മുൻപിൽ അവന് ഒരു കരുണ ലഭിക്കുവാനിടയായി തീർക്കുകയാണ്, ദൈവം തീർക്കുകയാണ്. ഒരു വാക്യം കൂടി വായിക്കാം. സദൃശ്യവാക്യം 16:7 പറയുകയാണ്, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. കണ്ടോ? നമ്മളോട് ശത്രുതയുള്ളവരുടെ ഹൃദയത്തെ പോലും നമ്മളോട് അനുകൂലമാക്കി ഇണക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. എന്താ കാരണം? ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. ഒരുത്തന്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമാകണം. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ വഴി ദൈവത്തിന് ഇഷ്ടമായോ അനിഷ്ടമായോ? നമുക്ക് യഹൂദയുടെ 2 പുത്രന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. ദൈവത്തിന്റെ മുൻപിൽ അവരെ ദൈവത്തിന് അനിഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഏലിയാവിനെ കണ്ടപ്പോൾ ഞാൻ അവനെ നേരത്തെ തള്ളിക്കളഞ്ഞതാണെന്നാണ് ദൈവം പറയുന്നത്, അല്ലേ? പക്ഷെ ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ദാവീദിൽ ഞാൻ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടു. ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ തീരുമാനം ദൈവത്തിന് ഇഷ്ടമായിട്ട് അവന്റെ വഴികളിൽ അവനെ സ്ഥിരപ്പെടുത്തുവാൻ തുടങ്ങുകയാണ്. അവന്റെ ശത്രുക്കളെ അവനോട് ഇണക്കുകയാണ്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾക്ക് ദൈവം വലിയ വില കൊടുക്കുവാനിടയായിത്തീരും, അല്ലെങ്കിൽ വലിയ പ്രതിഫലം നൽകുവാനിടയായിത്തീരും. ഇവിടെ ഇതാ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ, അവന്റെ സാഹചര്യം എന്താ? അടിമയായി ബാബേലിൽ കിടക്കുകയാണ്. ഇടം വലം തിരിയാൻ പറ്റുകയില്ല. ഈ സാമ്രാജ്യ ശക്തികൾ പറയുന്നത് അനുസരിക്കേണ്ട അവസ്ഥയുണ്ട്. അതിന് നടുവിലാണ് അവന്റെ ഹൃദയത്തിലുള്ള ഒരു ആഗ്രഹം, ഒരു ഉറച്ച തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി ദൈവം കാര്യങ്ങൾ മുന്നോട്ട് തിരിക്കുകയാണ്. നമുക്ക് 1 തിമോഥെയോസ് 1:12 വാക്യം കൂടി ഒന്ന് വായിക്കാം. എനിക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനെന്ന് എണ്ണി എന്ത് ചെയ്തു? എന്നെയും ശുശ്രൂഷയ്ക്കാക്കിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം അവനെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് അവൻ കൊള്ളാം, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു ഉത്തമ ബോധ്യം ദൈവത്തിനുണ്ടായിരുന്നു, അല്ലെ? പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് നിനക്ക് ലഭിച്ച ഈ സത്യങ്ങൾ വിശ്വസ്തരായവരെ പരമേൽപ്പിക്കുക. അല്ലെ? ദൈവം ഇങ്ങനെയുള്ളവരെ അല്ലേ അന്വേഷിക്കുന്നത്? അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്നോ, ദൈവത്തിന്റെ പദ്ധതിയോ പ്ലാൻ എന്തെന്നോ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്നോ ഒന്ന് കേൾക്കുവാനേ മനസ്സില്ലാതെ എന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ദാനിയേലിനെ പോലെ ഒരു മനുഷ്യനായി തീരുക? എങ്ങനെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കുവാൻ കൊള്ളാവുന്ന പൗലോസിനെ പോലെ ഒരു മനുഷ്യനായി തീരുക? ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ. നമ്മളിത് ചിന്തിച്ചില്ലെങ്കിൽ ആരാണ് ചിന്തിക്കുന്നത്? അല്ലേ? ലോകത്ത് നടക്കുന്ന എല്ലാ ആരാധനകളിലും പോയി നോക്കുക. വിടുതലും പ്രോസ്പെരിറ്റിയും അനുഗ്രഹങ്ങളും അല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അത് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച നമ്മൾ പ്രസംഗത്തിന്റെ തലക്കെട്ട് എന്താണ്? ധാർമ്മികതയും ആത്മീയതയും വെളിപ്പാടും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഉന്നതമായ ധാർമ്മികതയുള്ളവരായിരിക്കണം, ഉന്നതമായ ആത്മീയതയുള്ളവരായിരിക്കണം. അപ്പോൾ തന്നെ ദൈവ സത്യങ്ങൾ, ദൈവവചന സത്യങ്ങൾ അത് വെളിപ്പാടിൽ ദൈവത്തിന്റെ ആത്മാവിൽ അത് ഗ്രഹിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുക. കാരണം ഇങ്ങനെയുള്ളവരെ കൊണ്ടാണ് ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പൗലോസിനെ കുറിച്ച് എന്താ പറഞ്ഞത്?
ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ലോകത്തെ തലകീഴായി മറിച്ച മനുഷ്യൻ എങ്ങനെയാണ് ഈ സ്വാധീനത ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? പൗലോസ് എന്ന് പറയുന്നൊരു കേവലം മനുഷ്യനെ കൊണ്ടാണോ അത് ചെയ്യിക്കാൻ സാധിച്ചത്? അല്ല. അവന് ദൈവം കൊടുത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ധാർമ്മികത, ഉന്നതമായിട്ടുള്ള ആത്മീയത, ഉന്നതമായിട്ടുള്ള വെളിപ്പാട് ലഭിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വസ്തത പൗലോസിനുണ്ടായപ്പോഴാണ് ഈ കാര്യങ്ങൾ പൗലോസിലേക്ക് വരുവാനിടയായിത്തീർന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇന്ന് ചരിത്രത്തിൽ പൗലോസ് എന്നല്ല പറയുക, മറ്റൊരു വ്യക്തിയായിരിക്കും ദൈവം തിരഞ്ഞെടുക്കുക. മനസ്സിലായോ? അങ്ങനെ ഒരു പൗലോസിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്നോ ഒരു ദാനിയേലിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ താല്പര്യം. പക്ഷേ ഈ ദാനിയേലിനെ പോലെയും ഏലിയാവെ പോലെയും പൗലോസിനെ പോലെയും നാം ഓരോരുത്തരും അവരെ പോലെയുള്ള സ്വഭാവക്കാരായ മനുഷ്യരാണ് എന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മളെക്കാൾ അല്പം വ്യത്യസ്തരായി ഇവർ എങ്ങനെയാണ് നിലകൊണ്ടത്? അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു നോക്കിയേ. ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ 2011 മുതലാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. ബൈബിൾ വായിക്കാൻ തുടങ്ങി ഏകദേശം 3 ആവർത്തി ബൈബിൾ ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചു. 1.5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പല സത്യങ്ങളും എനിക്ക് മനസ്സിലായി. ഞാൻ നിൽക്കുന്ന കത്തോലിക്ക സഭയിൽ ഉപദേശിക്കുന്ന ഉപദേശങ്ങളെല്ലാം തന്നെ വചനത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ദൈവസന്നിധിയിൽ ആ ബൈബിളിന് മുന്നിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ഇപ്പോഴും ഞാനത് ഓർക്കുകയാണ്. ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് വചനം, അങ്ങയുടെ വചനമാണ് സത്യമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ഈ വചനം സത്യമെന്ന് കർത്താവേ ഞാൻ അറിയുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു വ്യക്തത എനിക്കില്ല. എൻ്റെ ദൈവം ഈ സത്യങ്ങളെ എന്നെ കൃത്യമായി പഠിപ്പിക്കുകയാണെങ്കിൽ ഈ സത്യത്തിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം എന്നൊരു തീരുമാനം ഞാൻ ദൈവസ്ഥയിൽ എടുക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. അന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെ എൻ്റെ ഭാവി എങ്ങനെയായി തീരുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്ന് ശുശ്രൂഷിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല. 24 വയസ്സ് വരെ കത്തോലിക്ക സഭയിൽ നിന്ന് ആ 24 വയസ്സ് വരെ കത്തോലിക്ക സഭയുടെ എല്ലാ കാര്യങ്ങളെയും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ഒരു അച്ഛനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ എന്ന് പറയുന്ന ഒരു ഭക്തിയുള്ള കുടുംബത്തിൽ തന്നെയാണ് ഞാനും ജനിച്ച് വളർത്തപ്പെട്ടത്. പക്ഷേ ഈ തിരുവചനം വായിച്ചപ്പോൾ മനസ്സിലായോ? 10 കൽപ്പന ബൈബിളിൽ ആദ്യമായി ഞാൻ കണ്ടുകൊണ്ട് കണ്ടത് 24 വയസ്സുള്ളപ്പോഴാണ്. പക്ഷെ 10 കൽപ്പന പഠിച്ചിട്ടുണ്ട് ഞാൻ. കത്തോലിക്ക സഭയിൽ വേദോപദേശം പഠിപ്പിക്കുമ്പോൾ 10 കൽപ്പന പഠിപ്പിച്ചു. അങ്ങനെ ഒന്നൊന്നായി പറഞ്ഞു വരുമ്പോൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിക്കടിയിലോ ഉള്ള യാതൊന്നിന്റെയും വിഗ്രഹമോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്, അതിന്റെ മുന്നിൽ പ്രണമിക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് വെണ്ടയ്ക്കാക്ഷരത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ വചനം വായിച്ചപ്പോഴാണ് എൻ്റെ ദൈവമേ, എന്നെ കത്തോലിക്ക സഭ പഠിപ്പിച്ച ഈ 10 കൽപ്പനയിൽ ഈ കൽപ്പന ഞാൻ 24 വയസ്സ് വരെ കണ്ടില്ലല്ലോ. ഞാൻ +2 വരെ പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട്, വേദോപദേശം. അതുവരെ ഞാൻ ഒരു പ്രാവശ്യം പോലും ബൈബിൾ വായിക്കാത്തവനായിരുന്നു. എന്നാൽ ബൈബിളിലെ ചില സത്യങ്ങളെ കണ്ടപ്പോൾ കേട്ടപ്പോൾ അന്ന് 3 പ്രാവശ്യം ബൈബിൾ ആവർത്തിച്ച് വായിച്ച് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ സത്യം എനിക്ക് കൃത്യമായി വെളിപ്പെടുത്തി തരികയാണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ ഈ സത്യത്തിന് വേണ്ടി നിൽക്കാമെന്ന് അന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ, ഒരു പക്ഷെ എന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ ഞാൻ അത് തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുവാനിടയായിത്തീർന്നു. അന്ന് മുതൽ ഈ വചനത്തെ തലങ്ങനെയും വിലങ്ങനെയും പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. പ്രിയമുള്ളവർക്കറിയാമോ, ഒരു പ്രാവശ്യം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ അതൊരു 4 പ്രാവശ്യമെങ്കിലും തിരിച്ചും മറിച്ചും പല കോട്ടിങ്ങുകളും ചെയ്തിട്ടാണ് ഞാനത് പഠിക്കുന്നത്. ഞാനത് എൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു ആത്മീക ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞിട്ട് വചനത്തിലേക്ക് ഞാൻ തിരിച്ചു വരും. എൻ്റെ ഈ ബൈബിളിൽ പെൻസിൽ കൊണ്ടോ മാർക്കർ കൊണ്ടോ രേഖപ്പെടുത്താത്ത ഒരു അധ്യായം ഉണ്ടാവുകയില്ല. ഞാൻ ഈ വചനങ്ങളൊക്കെയും നെറ്റിൽ നോക്കി സെർച്ച് ചെയ്തിട്ടല്ല എൻ്റെ ബുക്കിലേക്ക് എഴുതുന്നത്. ഇപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സംവിധാനമൊക്കെ വരുന്നതിന് മുൻപ് 2011 സാധാരണ ഒരു മൊബൈൽ മാത്രം കയ്യിലുള്ളപ്പോൾ ഇതിനെ പഠിച്ചത് ഒരു പെൻസിലും ഒരു മാർക്കറും എടുത്തു വെക്കും, ഒരു ബുക്കും എടുത്തു വെക്കും, കാര്യങ്ങളെ എഴുതി പഠിക്കും, മനസ്സിലാക്കിയത് എഴുതിയിടും. തന്നെയുമല്ല, ഇണവചനങ്ങളെ കാണുമ്പോൾ അത് എഴുതിയിടും, അല്ലെങ്കിൽ അതിനോട് ചേരുന്ന വചനങ്ങൾ ഇവിടെ അല്പം അവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രമായി കിടക്കുന്ന ദൈവിക മാർമിക സത്യങ്ങൾ ഇതിനെല്ലാം അതിന് താഴെ എഴുതിയിടും. അങ്ങനെ ഈ ബൈബിളിൽ എത്ര പേജ് ഉണ്ടോ അവിടെ എൻ്റെ പെൻസിൽ എഴുതാത്തൊരു പേജും എൻ്റെ ബൈബിളിൽ ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോടെടുത്ത തീരുമാനം ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. റൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ റൂത്ത് അവളുടെ അമ്മായിയമ്മയുടെ ഉപദേശവും കേട്ട്
വിധവമാർക്കുള്ള അവകാശത്തെ കുറിച്ച് കേട്ട് ഒരു അന്യജാതിക്കാരിയായ റൂത്ത് അവൾ എന്താ ചെയ്തത്? ബോവസിന്റെ വയലിൽ പോയി അവൾ ഈ കറ്റ കൊയ്തിട്ടതിന്റെ അവശിഷ്ട ഭാഗങ്ങൾ പെറുക്കുവാൻ പോയി. അവൾക്ക് അവകാശമുണ്ട്. അങ്ങനെ ബോവസ് നോക്കിയപ്പോൾ വിശ്വസ്തയോടുകൂടെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നൊരു റൂത്തിനെ കാണുകയാ. അവൾ അധ്വാനിച്ചത് കിട്ടിയത് അല്പമായിട്ടുള്ള ധാന്യമാണ്. എന്നാൽ ബോവസ് എന്താ ചെയ്തത്? അവളുടെ ഈ അധ്വാനത്തെ കണ്ടപ്പോൾ വലിയ ഒരു അളവ് ധാന്യം അവളുടെ മടിയിലേക്ക് ചൊരിഞ്ഞിട്ട് കൊടുക്കുകയാ. ഒരു ഭാണ്ഡത്തിൽ അവൾക്കുള്ള ആവശ്യത്തിനുള്ള അവൾ എടുത്തതിലും 10 ഇരട്ടിയായിട്ടുള്ള ധാന്യങ്ങൾ അവൾക്ക് കൊടുക്കുകയാ. ഇതിൽ നിന്നും ദൈവം എന്നോട് ഒരു ആത്മീക സന്ദേശം പറഞ്ഞു. ഞാനൊരു പെൻസിലും മാർക്കറും ഒരു നോട്ട് ബുക്കും വെച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ എനിക്കുള്ള സാധ്യതകളെ ഞാൻ പറക്കി എടുക്കുമ്പോൾ ദൈവം അത് കണ്ടു. ബോവസ് റൂത്തിനെ കണ്ടതുപോലെ ദൈവം എന്നെയും കാണുകയാണ്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ഞാൻ ഓപ്പണായി പറയുകയാണ്. നമുക്കറിയാം, ബ്രദറൻ സഭയിലെ ജോൺ പി തോമസ് എന്ന് പറയുന്ന സാറ്, അദ്ദേഹം 45 വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ. അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുവാൻ ദൈവം എനിക്കിടയാക്കി തീർത്തു. അതിനുശേഷം ആലുവയിലുള്ള PM വർക്കി എന്ന് പറയുന്ന സാറ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും എനിക്ക് കേൾക്കുവാനിടയാക്കി തീർത്തു. എന്ന് പറഞ്ഞാൽ ഞാൻ പറക്കിയെടുത്തതിലും അധികമായ ധാന്യങ്ങൾ 40-45 വർഷമായി ദൈവസ്ഥാനത്തിൽ നിന്ന് പറക്കിയെടുക്കുന്ന ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളും സുവിശേഷ ഘോഷണങ്ങളും ഒക്കെയും കേട്ട് അവരുടെ 40-45 വർഷത്തെ എക്സ്പീരിയൻസ് ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവം എന്റെ ഹൃദയത്തിലേക്ക് അത് പകർത്തുവാനിടയായി തീർന്നു. എനിക്കിത് പരസ്യമായി പറയുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ഒന്നും ഈ ദേവദാസന്മാർക്ക് അറിയില്ല എന്നുള്ളത് ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുവൻ റൂത്തിനെ പോലെ വിശ്വസ്തയായി നിന്ന് പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം അത് ഇട്ടു തരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതിശയകരമായിട്ടായിരിക്കും ദൈവവചനങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നിന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. ദൈവമേ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 12 വർഷമേ ആയിട്ടുള്ളൂ. തിരുവചനം വായിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ 40-45 വർഷം എക്സ്പീരിയൻസ് ഉള്ള ദേവദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള വചനങ്ങളെ കേൾക്കുവാൻ ദൈവം എനിക്കിടയാക്കി. അതെനിക്ക് ബോണസാണ്. മനസ്സിലായോ? അതിനുശേഷം ഇങ്ങനെ 12 വർഷത്തെ നിരന്തരമായ പേഴ്സണൽ ആയിട്ടുള്ള പഠനം ദൈവം എന്നെ പലതും പഠിപ്പിക്കുവാനിടയായി തീർന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയട്ടെ. ലോകപരമായ ഉദാഹരണമാണ്, എന്നാലും ഞാൻ പറയട്ടെ. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ സഞ്ജു സാംസണെ നമുക്കറിയാം. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായി 18 വയസ്സുള്ളപ്പോൾ അദ്ദേഹം IPL ഒക്കെ കളിക്കാൻ അദ്ദേഹത്തിന്റെ നല്ലൊരു കഴിവുള്ള കളിക്കാരനാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു 10-15 വർഷം കളിച്ച് മാത്രം കിട്ടുന്ന എക്സ്പീരിയൻസ്, 10-15 വർഷം കളിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് സച്ചിനോടും ദ്രാവിഡിനോടും കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അരമണിക്കൂർ കൊണ്ട് എനിക്ക് കിട്ടുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിവിടെ സിനിമക്കഥ പറയാനോ ക്രിക്കറ്റ് കളിയെ കുറിച്ച് വർണ്ണിക്കാനോ അല്ല. നമുക്ക് ആത്മീക സന്ദേശം അതിലൂടെ ദൈവം സംസാരിച്ചത് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ടാ. നേരത്തെ ക്ഷീര കർഷകരിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ഇപ്പോഴിതാ ഒരു ക്രിക്കറ്ററിലൂടെ പറയുകയാണ്, 15 വർഷം കൊണ്ട് അധ്വാനിച്ചാൽ കിട്ടാവുന്ന എക്സ്പീരിയൻസ് അരമണിക്കൂർ അവനേക്കാൾ പ്രാഗൽഭ്യതയുള്ള ആ മനുഷ്യനോട് കൂടെ, സച്ചിനോടും ദ്രാവിഡിനോടും കൂടെ സംസാരിച്ചപ്പോൾ തനിക്ക് അനുഭവ സമ്പത്ത് കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു പൗലോസിന്റെ കൂടെ നടന്ന തിമോത്തിയോസിന് എന്തുമാത്രം എക്സ്പീരിയൻസ് പകർന്നു കിട്ടിയിട്ടുണ്ടാകും അല്ലേ? 40-50 വർഷം പരിചയമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ അറിവുകൾ നമുക്ക് എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയി നമ്മളെ മാറ്റുവാൻ കഴിയും. ഈ റൂത്തിന്റെ പോലെ തന്നെ പിറക്കി നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ സാഹചര്യം കൊണ്ട് പിറക്കി ഓരോന്ന് എടുക്കുമ്പോൾ ദൈവമിതാ കൊണ്ട് ചൊരിഞ്ഞു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ്, നമുക്ക് അറിവുള്ളവനോട് കൂടെ ചേർന്നാൽ നമ്മളും ജ്ഞാനികളായിത്തീരും. ജ്ഞാനിയോട് ചേരുക, നിങ്ങൾ ജ്ഞാനിയായിത്തീരും. ഭോഷന്മാരോട് ചേർന്ന് നിങ്ങൾ ഭോഷന്മാരായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ ഒരു തീരുമാനവും ദൈവത്തിന്റെ മുൻപിൽ ഒരു ആഗ്രഹം യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അടുത്ത ചുവടുകൾ ദൈവം എത്രയോ സ്പീഡിലാണ് വെക്കുന്നതെന്ന് റൂത്തിന്റെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പൗലോസിന്റെ ജീവിതത്തിൽ നോക്കിയാൽ കഴിയും. ഇങ്ങനെ ഓരോ ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ നോക്കിയാൽ, വീണുപോയവർ ഏറെയാണെങ്കിലും വിശ്വസ്തന്മാരെ നോക്കിയാൽ
അവരുടെയൊക്കെയും ഒരു തീരുമാനം, ആ തീരുമാനത്തിന്റെ മുൻപിൽ ദൈവം അവർക്ക് കൊടുത്ത കൃപകളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തന്നെയല്ലേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അല്ലെ? ഒരു ഉറച്ച തീരുമാനം എടുത്തപ്പോൾ ദൈവം ചെയ്തത്, ആ ഷണ്ഡാധിപന്റെ ഹൃദയം ദൈവം ചെയ്തു ദാനിയേലിൽ അനുകൂലമായി തിരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദാനിയേൽ മുന്നോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സന്ദേശത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ദാനിയേൽ പല നിലകളിൽ എന്ത് ചെയ്യുകയാണ്? അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഇവൻ വേർപെട്ട ഒരു മനുഷ്യനായി ജീവിക്കുകയാണ്. കാരണം എന്താ? ആദ്യം ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, അതിനോട് അനുകൂലമായിട്ടുള്ള സാഹചര്യം ദൈവം ഒരുക്കി കൊടുത്തു. ദൈവത്തിന്റെ അനുസരണമുള്ള ഈ ബാലൻ അങ്ങനെ ദൈവകൃപയിൽ വളർന്നു വരികയാണ്. തന്നെയുമല്ല, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ 4 ബാലന്മാർക്കു ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ മനുഷ്യന് വിവേകം കിട്ടിയത്? അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് ഏതാ? കൽദയരുടെ ഒരു ജാതീയ കോളേജ്, ബൈബിൾ കോളേജ് ഒന്നുമല്ല. പക്ഷേ അതിന്റെ അപ്പുറത്ത് അവന്റെ ജീവിത സാഹചര്യത്തെ കവിയുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിൽ അവനൊരു ട്രെയിനിങ് നടത്തി, ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. അവിടെയാണ് ദാനിയേൽ വ്യത്യസ്തനായി നിൽക്കുകയാണ്. അവൻ സ്വപ്നങ്ങളെ കുറിച്ചും ദർശനങ്ങളെ കുറിച്ചും അതിനെ വിവേചിപ്പാനും അതിനെക്കുറിച്ച് പറയുവാനും അവന് കഴിവുണ്ടായിരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഇതേപോലുള്ള ഉന്നത നിലവാരമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നു? ഒരു ദാനിയേലിനെ പോലെ, ഒരു യോഹന്നാനെ പോലെ ഒരു വെളിപ്പാട് കാണുന്ന, അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയ ഈ സത്യത്തിനകത്ത് ഇന്നതാണ് എന്ന് പറയുന്ന ഒരു ആത്മിക ഗോളം എന്തേ ഇല്ലാതെ പോകുന്നു? സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്ന കാഴ്ചകൾ ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അവരുണ്ടാക്കിയെടുത്ത സാമ്രാജ്യങ്ങൾ അവരുടെ നാവിൽ നിന്ന് വന്ന ഒരു പിഴവ് കൊണ്ട് വൃക്ഷത്തിൽ നിന്നും ഫലത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ? അങ്ങനെ വീണു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? കാരണം ഇവർ വീണു പോകാൻ കാരണം എന്താ? ഇവര് പ്രസംഗിക്കുന്നത് ദൈവം പറഞ്ഞ അരുളപ്പാടുകളോ ദൈവത്തിന് ഇഷ്ടമുള്ള അരുളപ്പാടുകളോ ഒന്നുമല്ല. ഇവരൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ സാമ്രാജ്യം കെട്ടിപ്പടുത്തുവാൻ വേണ്ടിയുള്ള ചതിക്കുഴികളാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. മുന്നിൽ വന്നിരിക്കുന്ന വിശ്വാസികളെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ആ 8 കോടിക്കും 10 കോടിക്കും 50 കോടിക്കും വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്ന പ്രവചനങ്ങൾ, പ്രവചന ദൂതുകൾ, ഇവരെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, ഞാൻ അവരെ അയച്ചിട്ടില്ല, അയക്കാതിരുന്നിട്ടും അവർ ഓടി നടന്ന് എന്റെ നാമത്തിൽ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കള്ളപ്രവാചകന്മാർക്ക് ഞാൻ എതിരാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഈ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്നും, അല്ലെങ്കിൽ മനുഷ്യൻ പറയുന്ന തന്ത്രപരമായ മെനയുന്ന കള്ളക്കഥകൾ എന്തെന്നും കെട്ടുകഥകൾ എന്തെന്നും മനസ്സിലാക്കുവാനുള്ള ഒരു ഉന്നത നിലവാരം ഇവിടെ പറയുകയാണ്. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ഈ ഒരു വിവേകം നമുക്ക് ഓരോരുത്തർക്കും വേണം. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവം നമ്മെ നിർത്തിയത് കൊണ്ടാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. നമുക്ക് ദാനിയേൽ പറഞ്ഞ ഒരു വാക്യം നമുക്ക് നടുക്കാം. 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല, രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഒരു വാക്യം കൂടി വായിക്കാം അതിനോട് ചേർന്ന്. 9-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, എന്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിൽ അല്ല, നിന്റെ മഹാകരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേലിന്റെ വിനയ മനോഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? കുറച്ച് ദർശനങ്ങളും വെളിപ്പാടുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മാനുഷികമായ ഒരു അഹങ്കാരം മനുഷ്യനുണ്ടായേക്കാം. അതുകൊണ്ടാണ് പൗലോസിനോടും പറഞ്ഞത്, 3 വട്ടം ഈ സാത്താന്റെ ദൂതൻ തന്നെ ശല്യപ്പെടുത്തുന്നത് വിട്ടുമാറുവാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം എന്താ പറഞ്ഞത്? അതവിടെ ഇരുന്നോട്ടെ, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, എല്ലാം തികഞ്ഞവനായി മനുഷ്യനെ നിർത്തിക്കഴിഞ്ഞാൽ അവൻ പിശാച് അഹങ്കരിച്ചതുപോലെ അഹങ്കരിക്കാനിട വരും.
അപ്പോൾ എത്രയൊക്കെ വെളിപ്പാട് കിട്ടിയാലും എന്തൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാലും വിനയമില്ലെങ്കിൽ അവൻ സാത്താനെ പോലെ നാശയോഗ്യനായി തീരുമെന്ന് വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ ദാനിയേലിന്റെ വിനയം നമുക്കൊന്ന് കാണാം. സകലതും 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് പ്രവചിച്ച മനുഷ്യൻ, സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത മനുഷ്യൻ, സകല സ്വപ്നങ്ങളും ദർശനങ്ങളും വ്യാഖ്യാനിക്കാൻ കഴിവുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ. ആ മനുഷ്യനെല്ലാം തികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു അഹങ്കാരമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ആ ദൈവപുരുഷൻ എന്താണ് ഉണ്ടായത്? ഇപ്പൊ നമ്മൾ 2 വാക്യങ്ങൾ വായിച്ചു. 2:30 വാക്യവും 9:18 വാക്യവും. 2 കാര്യത്തിലും പറയുന്ന ഒരു കാര്യമാണ്, രാജാവേ, ഇവിടെ ശേഷിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ എന്തോ ഒരു പ്രത്യേകത മഹാത്മ്യം എനിക്കുണ്ടായത് കൊണ്ടല്ല ഞാനിത് അങ്ങയോട് പറയുന്നത്. ഈ സത്യങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ എന്തോ എന്റെ കഴിവ് കൊണ്ട് ചെയ്തു എന്നുള്ളതല്ല. പത്രോസും പറയുന്നുണ്ട്, സ്നേഹിതന്മാരെ, ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് കൊണ്ട് എന്തോ ചെയ്തുവെന്ന് വിചാരിച്ച് മുഴുവൻ സൗഖ്യം വന്നപ്പോൾ കർത്താവിന്റെ ദാസന്മാർ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് കൊണ്ട് എന്തോ ചെയ്തുവെന്ന മട്ടിൽ നിങ്ങൾ ഞങ്ങളെ പൂമാലയിടുവാൻ വരല്ലേ, സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുകയാണ്. ഇവിടെ ദാനിയേൽ പറയുകയാണ്, ദൈവമേ, ഞങ്ങളുടെ നീതി കൊണ്ടല്ല ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒരു പരീശന്റെയും ഒരു ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ആ പരീശൻ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ഈ നിൽക്കുന്ന പാപിയെ പോലെയല്ല, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. എന്നാൽ ആ ചുങ്കക്കാരനറിയാം, ദൈവസന്നിധിയിൽ ഞാൻ നീതിമാനല്ല, ദൈവമേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുപോയി. കർത്താവ് എന്താ പറഞ്ഞത്? ആരുടെ പ്രാർത്ഥനയ്ക്കാ നീതീകരണം ലഭിച്ചു മടങ്ങിയത്? തന്നെ നീതീകരിച്ച് പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയാണോ ദൈവം ഇഷ്ടപ്പെട്ടത്? അതോ താൻ താഴ്ത്തിയ ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണോ ദൈവം കേട്ടത്? താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുക. ഇവിടെ ദാനിയേലിന്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അവൻ ആ രാജാവിന്റെ മുൻപിൽ പോയി പറയുകയാണ്, തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, രാജാവേ, ഈ നിൽക്കുന്ന ആരെക്കാളും ഞാൻ വലിയവനായിട്ടല്ല, പക്ഷേ ഈ സത്യങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച് ദൈവം ഇതെന്നിലൂടെ പറയുകയാണ് എന്നാ പറയുന്നത്, അല്ലേ? പക്ഷേ ഒരു ലോക മനുഷ്യന്റെ ഒരു ചിത്രവും നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. നമുക്കറിയാം, ദാനിയേലും 4 കൂട്ടുകാരും രാജാവിന്റെ സ്വപ്ന ദർശനം എന്തെന്ന് അറിയാതെ ദാനിയേല് ഈ കൂട്ടുകാരോട് പറയുകയാണ്, നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2:19 വാക്യം, ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു എന്നാ പറയുന്നത്. അങ്ങനെ തനിക്ക് വെളിപ്പെട്ട ഈ സത്യം വെളിപ്പെട്ടപ്പോൾ അവിടെ ദൈവസന്നിധിയിൽ അവിടെ നീണ്ട ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നന്ദിയോടെ ദൈവസന്നിധി ദൈവത്തെ സ്തുതിച്ച് അവന്റെ അധിപതിയായ ഈ മനുഷ്യനോട് പോയി പറയുക. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 2:25 വാക്യം, ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹൂദ പ്രവാസികളിൽ ഒരുത്തരെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് ഉണർത്തിച്ചു. ഇതാണ് ഒരു ആത്മീക മനുഷ്യനും ഒരു ലോക മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ദാനിയേൽ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പറയുമ്പോൾ, രാജാവിന്റെ സന്നിധിയിൽ ഈ കാര്യം ഉണർത്തിക്കുമ്പോൾ, ഈ ലോക മനുഷ്യൻ എന്താ പറയുന്നത്? രാജാവേ, അങ്ങയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യരെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്തോ പുള്ളിക്കാരൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? എന്തെങ്കിലും കാര്യം വളരെ പ്രതികൂലമായിട്ടൊരു സാഹചര്യം നമ്മുടെ കമ്പനിയിലുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായി, എന്തെങ്കിലും ഒരു പൊടി ഒരു കൈവിരൽ നമ്മൾ അതിനു വേണ്ടി അനക്കി അത് സക്സസ് ആയി എന്ന് കരുതുക. അപ്പോൾ തന്നെ നമ്മുടെ പേരിലുള്ള ഫ്ലക്സ് അടിച്ച് ജംഗ്ഷനിലൊക്കെ വെക്കണം, അല്ലേ? ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി, അല്ലേ എന്ന് പറയാനാണ് നമുക്ക് ഈ ലോക മനുഷ്യർക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ഈ അധിപൻ പോയിട്ട് പറയുകയാണ്, രാജാവേ, നിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാനിയേൽ എങ്ങനെയാണ് പറഞ്ഞത്? ദൈവമേ, എന്റെ നീതി കൊണ്ടല്ല, ഞങ്ങളുടെ നീതി കൊണ്ടല്ല, ഞങ്ങൾ തെറ്റുകാരാണ്, ദൈവമേ, ഞങ്ങളുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ തന്നെ 4 കൂട്ടുകാരോടും വിളിച്ചു കൂട്ടി പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കിട്ടിയപ്പോൾ, സത്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ, നമുക്ക് ആ വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. രാത്രി ദർശനത്തിൽ ആ രഹസ്യം വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്,
ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയിക്കുന്നു. വെളിച്ചം അവനോടുകൂടി വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയിലും ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു വരി നോക്കിയേ. ഇവിടെ എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ആരെയും ഞങ്ങൾ സഭ കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ, ഞങ്ങൾ പ്രാർത്ഥിച്ച മറുപടി കർത്താവേ എനിക്ക് തന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ പ്രാർത്ഥിച്ചത് ആരാ? ഞങ്ങൾ അല്ലേ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരെയും 3 പേരെയും ചേർത്താ പറയുന്നത്, ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി അങ്ങ് തന്നുവല്ലോ എന്ന് അല്ലേ. അവിടെയും ക്രെഡിറ്റ് ദാനിയേൽ എടുക്കുന്നില്ല. 4 പേരുടെ പ്രാർത്ഥന കൂട്ടായ്മയാണ് ഈ മറുപടിക്ക് ആധാരമായി ലഭിച്ചത് എന്നാണ് ദാനിയേൽ പറയുന്നത്. ഈ ദാനിയേലിൽ ഉന്നതമായ ഒരു ധാർമ്മികത കാണുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലും തന്നെത്താൻ അശുദ്ധമാക്കാത്ത ഒരു തീരുമാനം. അവിടെ ആ തീരുമാനമെടുത്തപ്പോൾ ദൈവം അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ്. ഒരുവന്റെ വഴി ദൈവത്തിന് പ്രസാദമായിരിക്കുമ്പോൾ അവന്റെ ശത്രുക്കളെ പോലും ഇണക്കി കൊടുക്കുക. അവൻ അനുകൂലമായ സാഹചര്യം ദൈവം ഒരുക്കി കൊടുക്കുക. 2 അധ്യായത്തിൽ നിന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാനിടയായിത്തീരുന്നത്. മനസ്സിലായോ? ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ലോക സംഭവങ്ങളെക്കുറിച്ചും ഈ മനുഷ്യന് വെളിപ്പാട് കിട്ടിയത് അവന്റെ ജീവിതത്തിൽ അവൻ ഉന്നതമായിട്ടുള്ളൊരു ധാർമ്മിക ജീവിതമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഉന്നതമായിട്ടുള്ളൊരു ആത്മീക നിലവാരം അവനുണ്ടായിരുന്നു. ആ 2 ഘടകങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രിയപുരുഷനായ അദ്ദേഹം മാറ്റപ്പെട്ടത്. നമുക്കറിയാം, യോഹന്നാനെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചും ദൈവം 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ യോഹന്നാനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന 2 വ്യക്തികൾക്കാണ് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള 2 പ്രവചനങ്ങൾ കൊടുത്തത്. ഒന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും ഒന്ന് വെളിപ്പാട് പുസ്തകവും. പ്രിയമുള്ളവരെ, വെളിപ്പാട് ലഭിക്കുവാൻ ഈ ദൈവദാസന്മാരെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപുരുഷൻ, ദൈവം ഏറ്റവും സ്നേഹിച്ചിരുന്ന മനുഷ്യർ, അവർക്ക് ഉന്നതമായ നിലവാരമുണ്ടായിരുന്ന ഒന്നിനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ദാനിയേലിനെ ഏറ്റവും പ്രിയപുരുഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇങ്ങനെയുള്ള നിലവാരമുള്ള ഈ മനുഷ്യർക്ക് ഈ സ്വർഗീയ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു, വചനത്തിൽ എഴുതി വെച്ചു. ഇനി ഇത് മനസ്സിലാക്കണമെങ്കിലും എങ്ങനെയുള്ളവർക്കേ കഴിയുള്ളൂ? ഇതേപോലെയുള്ള ഒരു നിലവാരമുള്ളവർക്ക് ഈ സത്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചത് കൊണ്ടോ ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലോകപരമായി 10 ആളെ അംഗീകരിച്ചത് കൊണ്ടോ ഒന്നും ഈ സത്യം വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. കേരളക്കരയിൽ വെളിപ്പാട് പുസ്തകം, മനസ്സിലായോ? ഞാനിപ്പോഴും പറയാറുണ്ട്, അതിന്റെ ആദ്യ സ്റ്റെപ്പിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പടിവാതിൽക്കൽ പോലും ഇന്നത്തെ ആത്മീക ഗോളം എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. വെളിപ്പാട് പുസ്തകം ഇന്ന് ഈ സഭ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രിയ സഹോദരിയെ ഓമന സിസ്റ്റർ ഏകദേശം 10-30 വീഡിയോ ഈ വെളിപ്പാട് പുസ്തകത്തിന് ഇട്ടിട്ടുണ്ട്. ഒരു പണ്ഡിതന്മാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഈ സംഭവം മനസ്സിലാക്കിയിട്ട് പോലും ഇല്ലാത്ത നിലവാരത്തിൽ കിടക്കുക. എന്താ കാരണമെന്നറിയാമോ? ദാനിയേലും അപ്പോസ്തലനായ പൗലോസും ഒക്കെ പറയുന്നത് പോലെ ഞങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവത്തിലല്ല, അല്ലെങ്കിൽ ഞാനെന്തോ ആയിട്ടല്ല ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തിയത്, ദൈവത്തിന്റെ കരുണയിലാണ് എന്നുള്ള അതേ മനോഭാവത്തോടു കൂടി ഞങ്ങളും പറയട്ടെ. ഞങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവത്തിലല്ല. സത്യങ്ങളെ കേട്ടപ്പോൾ അനുസരിക്കാനൊരു മനസ്സുണ്ടായപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ ഒരു തീരുമാനമെടുത്തു. ദൈവമേ, ഇത് സത്യം പോലെ വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഖം നോക്കാതെ ഞങ്ങൾ ഇത് ലോകത്തോട് വിളിച്ചു പറയാം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവസന്നിധിയിൽ ഞങ്ങളുടെയൊക്കെ തീരുമാനം. മനസ്സിലായോ? എന്നാൽ ദൈവം ഞങ്ങളെ കത്തോലിക്ക സഭയിൽ നിന്നും പെന്തക്കോസ്തിൽ നിന്നുമൊക്കെ വലിച്ച് പുറത്തേക്കെടുത്ത് ഇവിടെ ഇന്ന് സ്വതന്ത്രമായി ദൈവസഭയായി കൂടിയിരിക്കുമ്പോൾ ഒരു കഴിവോ പ്രാപ്തിയോ ഉണ്ടായിട്ടല്ല ഇന്ന് ഈ ദൈവസഭ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം.
പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരു വലിയ വില കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ 30 വർഷങ്ങൾക്ക് മുൻപ് ഒരു കാഴ്ചപ്പാട് കിട്ടിയ മനുഷ്യനാണ് ജോസങ്ങള്. അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡിൽ ആ സഭയുടെ അടിസ്ഥാന കല്ലിട്ടത് മുതൽ അതിൻ്റെ എല്ലാ പണിയിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായ മനുഷ്യനാ. മനസ്സിലായോ? അതെല്ലാം ചപ്പും ചവറെന്നും പറഞ്ഞ് എറിഞ്ഞ് ഇന്ന് അവിടെ നിന്നെല്ലാം പുറത്ത് കടന്നു വന്ന് നമ്മളോടുകൂടെ ഈ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, വില കൊടുത്തവർക്ക്, തീരുമാനമെടുത്തവർക്ക് ദൈവം ഒന്നിനൊരു കുറവും വരുത്തിയിട്ടില്ല. തന്റെ അധ്വാനം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 90കളിൽ 50,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 92,000ങ്ങളിലൊക്കെ 50,000 രൂപ വെച്ച് സുവിശേഷ വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ ആ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു തീരുമാനം, ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ചുവട്, ആ ഒരു ചുവടിന് പിന്നെ സ്റ്റെപ്പുകൾ എടുക്കുന്നത് കർത്താവാണ്. ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിലുണ്ടോ ദൈവത്തിന് വേണ്ടി, ആ തീരുമാനത്തിന്റെ നിവൃത്തിയിലേക്ക് കൊണ്ട് നടത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതിന് ആരെയൊക്കെ ദൈവം ഒരുക്കണമോ അതൊക്കെ ദൈവം ഒരുക്കിയിരിക്കും. ഒരു റൂത്തിന് വേണ്ടി ഒരു ബോവസിനെ ദൈവം ഒരുക്കിയെങ്കിൽ, ഒരു ജോസഫിന് വേണ്ടി ദൈവം ഈജിപ്തിൽ കാര്യങ്ങളെ ഒരുക്കിയെങ്കിൽ, ഞാനും നിങ്ങളും എടുക്കുന്ന ഒരു തീരുമാനത്തിന് വേണ്ടി, ഒരു എസ്തേറിന് വേണ്ടി, ഒരു അഹശ്വേരോശിനെ ദൈവം ഒരുക്കിയെങ്കിൽ, എൻ്റെ ഈ സുവിശേഷ വേലയിലും ഒരുക്കിയ വ്യക്തിയാണ് പ്രിയ ജോസങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഒന്നുമില്ലാതെ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ പിന്നത്തെ ആഴ്ച ഈ മനോഹരമായ മർക്കോസിന്റെ മാളിക റൂം പോലെയുള്ള ഒരു മാളിക റൂം, 10-75 പേർക്ക് സുഖമായിരുന്ന് ആരാധിക്കാവുന്ന ഒരു ഹാള് ആ കർത്താവിന്റെ ദാസൻ ഇന്ന് ഇവിടെ തന്നതുകൊണ്ടാ, വാടകയ്ക്കല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം കൂലി തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടോ? കർത്താവിന് വേണ്ടി ഒരു ചിലവിൽ അണക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടോ, തീരുമാനമുണ്ടോ? കർത്താവ് അതിന് വഴികൾ ഒരുക്കിയിരിക്കും. ഉന്നതമായിട്ടുള്ള ഒരു ആത്മീക നിലവാരത്തിലേക്ക്, ആ ധാർമ്മിക ജീവിതത്തിലൂടെ ആത്മീകതയിലേക്ക്, അതിലൂടെ ഈ വെളിപ്പാടുകൾ പ്രാപിക്കുന്ന ഒരു മനുഷ്യനായി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടരായി മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ 1-2 അധ്യായങ്ങളിലൂടെ നമ്മൾ അല്പമായി ചിന്തിച്ചത് ഈ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം നമ്മെ ഒരുപക്ഷെ അറിയുകയില്ലായിരിക്കാം, പക്ഷേ സകലതും അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ദൈവത്തിന്റെ സന്നദ്ധയിൽ ഈ അനുകൂലമായ സാഹചര്യത്തിലെങ്കിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, സുരക്ഷിതമായ സ്ഥലത്ത് നീ കാലിടർന്നുവെങ്കിൽ, നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഇടത്ത് നീ എങ്ങനെ പൊരുതി ജയിക്കുമെന്ന് ജെറമിയായോട് ദൈവം ചോദിച്ചതുപോലെ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ചോദിക്കുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ്. ഈ അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രതികൂലമായ സാഹചര്യത്തിലാണോ വല്ലതും ചെയ്യാൻ പോകുന്നത്? ദാനിയേലിനെ പോലെയൊന്നും പ്രതികൂലം നമുക്കിന്ന് ജീവിതത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അനുകൂലമായ സാഹചര്യം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ചില തീരുമാനങ്ങളുടെ മുൻപിൽ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും. ആ ഉന്നതമായിട്ടുള്ള ധാർമ്മികതയും ആത്മികതയും നിറഞ്ഞുകൊണ്ട് ദൈവിക വെളിപ്പാടിൽ കാര്യങ്ങളെ ചെയ്യുന്ന മനുഷ്യരായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു.